ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ 8 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ഇ അല്പസമയത്തിന് മുമ്പ് വിട്ടയച്ചു. ദേവസ്വം മിനിറ്റ്സ് തിരുത്തിയതിനാലായിരുന്നു ചോദ്യം ചെയ്യൽ. മൊഴി പരിശോധിച്ചതിൽ ഇ വീണ്ടും സമൻസ് നൽകുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇപ്പോൾ എസ് ജയശ്രീയെ 8 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു. പക്ഷേ പൂർണ്ണമായും ഈ കേസിൽ നിന്നും ജയശ്രീക്ക് ഒഴിവാക്കാൻ കഴിയുമോ? കാരണം അവരുടെ മൊഴിയും അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ തുടർ നടപടി. രേഷ്മ ബാബു. അതെ വിനോദ്, ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 8 മണിക്കൂറോളം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയെ ഇ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യല്. ഈ മൊഴി, അതായത് ഇന്ന് ജയശ്രീ ഇ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴി പരിശോധിച്ചുകൊണ്ടായിരിക്കും പിന്നീട് ജയശ്രീക്ക് സമൻസ് നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുക. ദേവസ്വം മിനിറ്റ്സ് തിരുത്തിയതിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണിക്കായിട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ അത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടായിരുന്നു ജയശ്രീ കൈമാറിയത്. ഇതിൽ ഏതെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ലാഭം ജയശ്രീക്ക് ഉണ്ടായിട്ടുണ്ടോ, ജയശ്രീയുടെ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നേരത്തെ തന്നെ ഇ നടത്തിയിരുന്നു. അതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ജയശ്രീയെ നേരിട്ട് വിളിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഇ കടന്നത്. എന്തായാലും ഈ മൊഴികൾ ക്രോഡീകരിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് വീണ്ടും സമൻസ് നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇ കടക്കുകയുള്ളൂ. ഈ SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 4ാം പ്രതിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആണ് ഉത്തരവിറക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണമെന്ന തരത്തിൽ ആ സ്വർണ്ണപ്പാളികൾ സ്വർണം എന്നതിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ജയശ്രീക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. SITയുടെ ചോദ്യം ചെയ്യലിൽ ജയശ്രീ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം താൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതിനനുബന്ധമായിട്ടാണ് താൻ ഉത്തരവിറക്കിയതെന്നുള്ള ഒരു നിലപാടും അഭിപ്രായവും മൊഴിയുമായിരുന്നു ജയശ്രീ SITക്ക് മുന്നിൽ നൽകിയത്. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇ ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത്. ഇത് 4ാമത്തെ വ്യക്തിയാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇ ചോദ്യം ചെയ്യുന്നവരിൽ ഈ ജയശ്രീ എന്ന് പറയുന്നത്. നേരത്തെ 3 പേരെ, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള മുരാരി ബാബു, അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ, ശ്രീകുമാർ, ഇവരെയൊക്കെ തന്നെ നേരത്തെ ഇ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ജയശ്രീയെ 8 മണിക്കൂറോളമാണ് ഇ ചോദ്യം ചെയ്തത്. തുടർ നടപടികൾ ഇനി ഉണ്ടാകുന്നത് ജയശ്രീ ഇന്ന് നൽകിയിട്ടുള്ള മൊഴികൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും. വീണ്ടും സമൻസ് നൽകി വിളിപ്പിക്കാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വിനോദ്. അതെ, ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്ത് വിളിച്ചു വരുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇന്ന് 8 മണിക്കൂറോളം രാവിലെ 10 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. അതെ, അവരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.